എന്താ ചേട്ടാ ഒരു ചിരിയൊക്കെ? അല്ല അത് പെട്ടെന്ന് നമ്മുടെ ബ്രോയുടെ മൊബൈലിൽ ഇത്ര നേരം സൈലന്റ് ആണോ പറഞ്ഞിരുന്നിട്ട് നിങ്ങൾ തുടങ്ങിയപ്പോഴേ ഞാൻ നോക്കുമ്പോ കഷ്ടപ്പെട്ട് ഇൻട്രോ പറയുമ്പോ അവിടെ ഇരുന്ന് പുച്ഛിക്കുന്ന പോലെ. അപ്പം റൊണാൾഡോ ചിത്രം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ആളുകൾക്ക് അറിയേണ്ടത് റൊണാൾഡോ ആയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം, എന്താണ് റൊണാൾഡോയ്ക്ക് ഈ സിനിമയിലുമായിട്ടുള്ള ബന്ധം? റൊണാൾഡോ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിന്റെ പേരാണ്. ഇതില് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അശ്വിനാണ്. അശ്വിൻ ഫുട്ബോളായിട്ട് യാതൊരു ബന്ധവുമില്ല. അവന് ഫുൾ ബന്ധവും സിനിമയായിട്ടാണ്. ഒരു സിനിമ സീക്കറാണ് അവൻ. ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. റൊണാൾഡോ എന്ന് പേരിടാനുള്ള കാരണം ഇത് സിനിമയ്ക്കകത്തെ സിനിമകളാണ്. ഈ സിനിമയ്ക്കകത്തെ സിനിമകളാണ്. അപ്പൊ നമുക്ക് സാധാരണ സിനിമകളിൽ സിനിമ സംസാരിക്കുമ്പോൾ ആ ഡയറക്ടർ ചെയ്യുന്ന സിനിമ നമ്മൾ കാണാറില്ല. ഇതങ്ങനെയല്ല. നമുക്കിപ്പോ ഇവര് ചെയ്യുന്ന സിനിമകളും കൂടി കാണാം. അപ്പം ഈ സിനിമയിൽ വരുന്നത് ഒരു 7 എലമെന്റ്സ് ആണ്, 7 തീംസ് വരുന്നുണ്ട്. ആന്തോളജി പോലെയാണോ? ആന്തോളജി എന്ന് പറയാനും പറ്റില്ല. ഒരു പുതിയ ജോണറാണ്. അപ്പം ഒരു 7 ജോണർ ഇതിനകത്ത് വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചു 7 CR7. കാരണം ഒരു 7 എന്ന് പറയുന്ന നമ്പറിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയ ഒരാള് റൊണാൾഡോ. എന്തായാലും എനിക്കൊരു ക്യാരക്ടറിന് ഈ ക്യാരക്ടറിന് ഒരു പേരിടണം. അപ്പൊ എന്തുകൊണ്ട് റൊണാൾഡോ എന്ന് ഇട്ടുകൂടാ? അങ്ങനെ ഇട്ടുകൂടാന്നൊന്നുമില്ലല്ലോ. അപ്പൊ ആ റൊണാൾഡോ എന്ന് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ചിന്തിക്കും ഇത് ഫുട്ബോളായിട്ട് ബന്ധമുള്ളതാണോ. നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് ചിലപ്പോൾ വിട്ടങ്ങ് പോകും. ഇത് ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് 1 മിനിറ്റെങ്കിലും ഒന്ന് ചിന്തിക്കണമല്ലോ. നമ്മളൊരു പേരിടുകയാണ് എന്തായാലും. അത് എന്തുകൊണ്ട് ചിന്തിക്കാവുന്ന ഒരു പേര് ഇട്ടുകൂടാ എന്നുള്ള രീതിയിലാണ് റൊണാൾഡോ എന്ന് ഇടുന്നത്. അതിന്റെ റീസൺ അതാണ്. ഒരു 7 എലമെന്റ്സ് ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പൊ ബാബു എന്ന് പേരിട്ടിട്ട് ഒരു ബാബു ചിത്രം ഇടാം. പക്ഷെ റൊണാൾഡോ എന്ന് ഇടുമ്പോ ഉണ്ടാവുന്ന ഒരു അട്രാക്ഷൻ ഈസിയാണ്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പലരും വിചാരിച്ചിരുന്നത് ഫുട്ബോൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും എന്നാണ്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മളത് ബ്രേക്ക് ചെയ്യാണ്. പിന്നെ സിനിമയായിട്ടുള്ള ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടല്ലോ. റൊണാൾഡോ ഉച്ചക്ക് എന്താ കഴിച്ചേ? ഉച്ചക്ക് എന്താ കഴിച്ചേ? ഞാൻ വിചാരിച്ചു പുട്ടും എല്ലാം കഴിച്ചായിരുന്നു. അപ്പം ക്യാരക്ടറിനെ പറ്റി പറയും. ക്യാരക്ടർ ഇപ്പം ചേട്ടൻ പറഞ്ഞത് തന്നെയാണ്. ഈ സിനിമയുടെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഒരു സിനിമ സ്വപ്നം കണ്ടു കിടക്കുന്ന ഒരാള് അയാൾക്ക് തിയേറ്ററിൽ ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കുക. അതാണ് അയാളുടെ അൾട്ടിമേറ്റ് ഡ്രീം. അപ്പം അതിനുവേണ്ടി നടക്കുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ്. എനിക്ക് തോന്നുന്നു സിനിമയെന്നല്ല, പാഷന്റെ പുറകെ നടക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഈ പടം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. അതിൽ നമുക്കുണ്ടാവുന്ന റിജക്ഷൻ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന സർപ്രൈസസ്, ലൈഫിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ്, അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതാണ് എൻ്റെ ക്യാരക്ടറും ഞങ്ങളുടെ ഈ പാർട്ട് ഓഫ് ഇതെന്ന് പറഞ്ഞത്. ഞങ്ങളെന്ന് പറഞ്ഞത് നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ പാഷന്റെ പുറകെ കട്ടയ്ക്ക് നടക്കുമ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാള്, ആ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് ചൈതന്യ. റിയൽ ലൈഫായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ട് ഈ സിനിമ? എൻ്റെ ലൈഫായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇതില് ചൈതന്യയുടെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പൊ എൻ്റെ വൈഫ് ഈ സിനിമ കണ്ടപ്പോൾ അവർക്ക് ഏറ്റവും ഇമോഷൻ ആയതും കണക്ട് ആയതും ചൈതന്യയുടെ ക്യാരക്ടറാണ്. പിന്നെ റിനോജയുടെ വൈഫും ഇത് തന്നെയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ പാഷന്റെ പുറകെ നടക്കുന്നവർക്കൊക്കെ കൂടെ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരാൾ ഉണ്ടാവുമല്ലോ. അതാണ് ഈ ക്യാരക്ടർ. അത് ചൈതന്യ ഭയങ്കര എന്താ പറയാ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ട്.